ഇന്നത്തെ ഇഫ്താർ റെസിപ്പി അയക്കോറ കറിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണതെന്ന് നോക്കട്ടെ. അപ്പോൾ അസ്സലാമു അലൈക്കും. അപ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ളത് അരമുറി തേങ്ങ, അതേപോലെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, ഒരു സവാള, 6 ചുവന്നുള്ളി, 3 വെളുത്തുള്ളി, പച്ചമുളക്, മീഡിയം സൈസിൽ ഇഞ്ചി, അതേപോലെ തന്നെ മുളക് പൊടി, സാദാ മുളക് പൊടിയാണ് ഇട്ട 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കുക. ഒന്ന് നേരിയ രീതിയിൽ തന്നെ മുളക് പൊടി, അതേപോലെ പെരിഞ്ജീരകം, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. സാദാ മുളക് പൊടി 2 ടേബിൾ സ്പൂണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം അതൊക്കെ ഇട്ടിട്ട് ഒന്ന് തന്നെ ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക കേട്ടോ. കൂടുതൽ വറുത്തെടുക്കരുത്, ഒരു 5 മിനിറ്റ് ചൂടാക്കി എടുത്താൽ മതി. ഇതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂണാണ് കേട്ടോ പെരിഞ്ജീരകം എടുത്തിട്ടുള്ളത്. അതേപോലെ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഇതിലേക്ക് വേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഒരു 5 മിനിറ്റ് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ, വറുത്തെടുക്കരുത്. ലോ ഫ്ലെയിമിൽ ഇടുക, കരിഞ്ഞ് പോവരുത് കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് എന്നിട്ട് നേരിയ ചൂടിൽ തന്നെ ക്രഷ് ചെയ്തെടുക്കട്ടെ. എന്നിട്ട് അതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് പേസ്റ്റ് പോലെ തന്നെ അരിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങ അരിഞ്ഞില്ല വെച്ചെങ്കിൽ അരിച്ചെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കറി കട്ടി കൂടിയിട്ട് ടേസ്റ്റ് കുറയും. അപ്പോൾ പകുതി അരിച്ചെടുക്കുക, പകുതി അരിക്കാതെ തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് അരിച്ചെടുത്തുണ്ടെങ്കിൽ നല്ല കട്ടി കുറയും. അപ്പോൾ പകുതിയോളം അരച്ചരപ്പ് ഇതിലേക്ക് ഒഴിച്ച് ആ ഒരു മീൻ കറി ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളത് എല്ലാവരും കാണണം. അപ്പോൾ ഇതേപോലെ തന്നെ കണ്ടില്ലേ, 5 മിനിറ്റ് ഞാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നേരിയ ചൂടിൽ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒരു 3 പ്രാവശ്യം ക്രഷ് ചെയ്തതിന് ശേഷം നേരിയ ചുടുവെള്ളം ഒഴിച്ച് അരച്ചെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ അരവില്ലാത്ത മിക്സിയൊക്കെയാണെന്ന് വെച്ചെങ്കിൽ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടും. എന്നിട്ട് അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ ഉള്ളി, മീഡിയം സൈസിലുള്ള ഇഞ്ചി, ഒരു 2 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കട്ടോ. ചെറിയ ഉള്ളി കൂടുതലുണ്ട് വെച്ചെങ്കിൽ കൂടുതൽ മതി. അപ്പോൾ സവാള എടുക്കണം എന്ന് ആവശ്യമില്ല കേട്ടോ. ഞാനൊരു സവാള അരിഞ്ഞിട്ട്, ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായി ചൂടാക്കി എടുക്കട്ടോ. ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉലുവയും കൂടി ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ ചുവന്നുള്ളി ഉണ്ടിച്ചെങ്കിൽ കൂടുതൽ തന്നെ ചുവന്നുള്ളി ഇട്ട് കൊടുത്താൽ മതി. സവാളയുടെ ആവശ്യമില്ല കേട്ടോ. ഞാനൊരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ മീൻകറി വെക്കുന്നുണ്ട്. 1/2 കിലോ അയക്കോറയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ മുരിങ്ങക്ക, പച്ചമുളക്, മാങ്ങ ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ കളറൊന്ന് മാറി കിട്ടുന്ന വരെ തന്നെ നമ്മൾ ചുവന്നുള്ളി മൂപ്പിച്ചെടുക്കുന്നത് പോലെ തന്നെ ഒന്ന് മൂത്ത് വരുന്നത് വരെ തന്നെ വഴറ്റി കൊടുക്കണം. അതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തക്കാളി ഇട്ട് കൊടുക്കുക. മൂത്ത് വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. ആ പുളിവെള്ളത്തിൽ കിടന്നിട്ട് തന്നെ ഇത് ഒന്ന് വെന്ത് കിട്ടിയതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ അരച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ കൂടുതൽ തന്നെ തിളച്ച് മറിയേണ്ട ആവശ്യമില്ല. തേങ്ങ അരച്ച കറിയിൽ എപ്പോഴും പുളി കൂടാൻ പാടില്ല കേട്ടോ. കറിയുടെ ടേസ്റ്റ് പോവും. അപ്പോൾ പുളിവെള്ളം കുറച്ച്, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിന് ശേഷം അത് നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. കുടംപുളി ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. കുടംപുളി ഇല്ലാത്ത കാരണമാണ് ഞാൻ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിന് പകരം ഞാൻ മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ പുളിവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് തക്കാളിയും അതേപോലെ പുളി, ഉപ്പ് എല്ലാതും കൂടെ നന്നായിട്ട് വെന്ത് കിട്ടിയതിന് ശേഷമാണ് മിക്സിയിൽ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. തക്കാളിയൊക്കെ നല്ല വെന്തിട്ട് ഉടഞ്ഞു കിട്ടണം കേട്ടോ.
അല്ലെങ്കിൽ എല്ലാതും കൂടാകുമ്പോൾ കുറേ സാധനങ്ങൾ കറിയിലുണ്ടാവുമ്പോൾ നമുക്ക് കറിക്കൊരു ഇത് കിട്ടില്ല. അപ്പോൾ എല്ലാതും നല്ല ഉടഞ്ഞിട്ട് തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് പുളിയൊക്കെ ഉടഞ്ഞതിന് ശേഷം ഈ അരപ്പ് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മിക്സിയിലെ അരപ്പ് എപ്പോഴും തേങ്ങ അരക്കുമ്പോൾ ഒരു നേരെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ നേരെ ചൂടിൽ തന്നെ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. നല്ല തണുത്തതിന് ശേഷമല്ലേ നേരെ ചൂടിലിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടും ചെയ്യും. ആദ്യം തന്നെ ക്രഷ് ചെയ്തിട്ട് വേണട്ടാ ചെയ്യാൻ. ഇനി ഓരോന്ന് നമ്മൾ ഇട്ട് കൊടുക്കുക. പച്ചമുളക്, തേങ്ങ അരച്ച കറിയിലേക്ക് പച്ചമുളക് നിർബന്ധമാണ്. വലിയ പച്ചമുളകാണെങ്കിൽ നല്ല കാണാൻ നല്ല ഭംഗിയാണ് ഇട്ടാൽ. അതേപോലെ തന്നെ കുറച്ച് മുരിങ്ങക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ എപ്പോഴും കട്ടി കുറവിൽ വേണം കറി വെക്കുമ്പോൾ. തേങ്ങ അരഞ്ഞിട്ടില്ല വെച്ചെങ്കിൽ പകുതി അരച്ചതും പകുതി അരിപ്പയിൽ അരിച്ചെടുത്തതും ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അരയാത്ത തേങ്ങ ആണെങ്കിൽ ഫുള്ള് ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ കറി നല്ല കട്ടി കൂടിയിട്ട് ടേസ്റ്റ് കുറയും. നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പുളിവെള്ളം തക്കാളിയൊക്കെ വെന്ത കാരണം നമ്മൾ പിന്നെ മുരിങ്ങക്കായൊക്കെ അത്ര വേവില്ലല്ലോ. അപ്പോൾ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. കുറേ മീൻകറി വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം മീൻകറി ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് കറി വെച്ചിട്ടൊന്ന് കമൻറ്റ് പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിന്ന് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ചെമ്പാ പൊടിയുടെ പുട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മീൻകറിയിലേക്ക് പുട്ടും കൈപ്പത്തിരിയിലേക്കൊക്കെ മീൻകറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ദോശ ഇങ്ങനത്തെ മീൻകറി, പ്രത്യേകിച്ച് ഇതിൽ മുരിങ്ങക്കായും മാങ്ങ ഒക്കെ ഇട്ട കാരണം ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയായിരുന്നു. നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയട്ടാ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. മീനിട്ടാൽ അധികം കൂടുതലായിട്ട് തന്നെ തിളപ്പിക്കരുത് കേട്ടോ കറി. അത്യാവശ്യത്തിന് ഒരു 2-3 തിളക്കെ തിളച്ചതിന് ശേഷം മൂടിയിട്ടാൽ അതിൽ കിടന്നിട്ട് തന്നെ മീൻ വേവും. കൂടുതലായിട്ട് മീൻ വേവിച്ചെടുക്കരുത്. മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടാ. നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് എടുത്തിട്ടുള്ളത് പുട്ടാണ് എടുത്തിട്ടുള്ളത്. ചെമ്പാ പുട്ടാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. ഇന്ന് മീൻകറിയിലേക്ക് അതേപോലെ തന്നെ ഒരു മീൻ ഫ്രൈ ഇവിടെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് എടുത്തിട്ടുള്ളത് ചീനമുളക്, ചെറിയ ഉള്ളി, അതേപോലെ തന്നെ കാശ്മീരി ചില്ലി, സാദാ മുളക് പൊടി, ഇത്തിരി കായപ്പൊടി, ഇത്തിരി ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി. എന്നിട്ട് അത് അരപ്പുണ്ടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് മീൻ ഫ്രൈ ചെയ്തെടുത്ത് നോക്ക്. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മൂടിയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ, വെളിച്ചെണ്ണ എപ്പോഴും കുറവ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ മീൻ കായം പരട്ടുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം മീൻ പൊരിക്കുമ്പോൾ അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ മതി. എന്നിട്ട് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം മൂടിയിട്ട് വേവിക്കുകയാണെന്ന് വെച്ചെങ്കിൽ മീനും ടേസ്റ്റ് ഉണ്ടാവും, അതിൻ്റെ കക്കനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വെളിച്ചെണ്ണ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൂടിയിട്ട് വേവിച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ മീൻ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് മൂടിയിട്ട് വേവിച്ചാൽ ഇതേപോലെ മീൻ ഫ്രൈ തയ്യാറാകും. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും
സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.